വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും കൂടി അമ്പലത്തിനകത്തേക്ക് കയറാൻ പോകുമ്പോൾ ശാരികയാണെങ്കിൽ അവരെ കാണുന്നുണ്ട്. പക്ഷേ ശാരിക പിന്മാറുന്നില്ല. ഡി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വിജയലക്ഷ്മി അടുത്തേക്ക് ചെല്ലുകയാണ്. എൻ്റെ കുഞ്ഞിനെ എത്താടി, എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്നും പറഞ്ഞ് വിജയലക്ഷ്മി പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞ് ശാരിക ആദ്യം പിടിച്ച് തള്ളുകയാണ്. അതെൻ്റെ മകൻ്റെ കുഞ്ഞൊന്നും അല്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് എടുക്കുന്നത്, നമുക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, ആരെങ്കിലും കൊണ്ടുപോയി കാണൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നിൻ്റെ മകൻ്റെ കുഞ്ഞല്ലാതെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയെ കഴുത്തിന് പിടിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്യുകയാണ്. വിജയലക്ഷ്മിക്ക് ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്. അന്നേരം ആളുകൾ അമ്പലത്തിലുള്ളവരൊക്കെ ഓടി കൂടുന്നുണ്ട്. അന്നേരം വീണ്ടും ശാരി കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ പിടിച്ചങ്ങോട്ട് തള്ളുകയാണ്. അന്നേരം കൃഷ്ണൻകുട്ടിക്ക് ഒരടി ഇങ്ങനെ ശാരിയെ കൊടുക്കുന്നുണ്ട്. അന്നേരം അടി കൊള്ളുമ്പോൾ കൃഷ്ണൻകുട്ടി ശരീരം നോക്കുന്നുണ്ട്. കൃഷ്ണൻകുട്ടി കയ്യിലിരുന്ന വടി കുടയുണ്ടല്ലോ അത് വെച്ച് ശാരി തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അന്നേരം തല്ലല്ലേ വേണ്ട തല്ലണ്ട എന്നൊക്കെ കൂടി ഇന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അന്നേരം ചേട്ടാ വേണ്ട എന്നൊക്കെ ഈ വിജയലക്ഷ്മിയും പറയുന്നുണ്ട്. അന്നേരം എൻ്റെ കുഞ്ഞാണ്, നിങ്ങളാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ശാരി വീണ്ടും ബഹളം വയ്ക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണൻകുട്ടിയാണെങ്കിൽ വിജയലക്ഷ്മി ഇങ്ങോട്ട് പിടിച്ചിട്ട് വന്നേ, പൂജയൊക്കെ പിന്നെ ഒരു ദിവസം നമുക്ക് പോകാം, ഇവർക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് ഓടി ഓട്ടോയിൽ കയറുന്നു. ഓട്ടോക്കാരനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ഓട്ടോയിലേക്ക് കയറുന്ന ആദ്യം വിജയലക്ഷ്മിയും കയറുന്നുണ്ട്. അന്നേരം കൃഷ്ണൻകുട്ടി കയറുമ്പോൾ കൃഷ്ണൻകുട്ടി വീണ്ടും പിടിച്ച് വലിക്കുകയാണ്. ശാരി ഓടി ചെന്ന് അന്നേരം അങ്ങോട്ട് മാറി നിൽക്കടിയെന്ന് പറഞ്ഞ് ശാരിയെ പിടിച്ച് തള്ളിയിട്ട് ഓട്ടോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓട്ടോക്കാരനോട് പറഞ്ഞ് ഇവരങ്ങ് കയറി പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം കണ്ടുവന്നവരൊക്കെ പിരിഞ്ഞു പോകുന്നുണ്ട്. അന്നേരം പിന്നെ ശാരികയാണെങ്കിൽ വീണ്ടും പഴയ സ്ഥലത്തേക്ക് വന്നിരുന്നിട്ട് ഈശ്വര എൻ്റെ കുഞ്ഞ്, എനിക്ക് ശരിക്കും ഭ്രാന്തുണ്ടോ, കുഞ്ഞിനെ കാണാതെ തന്നെ ഭ്രാന്തിയാക്കുകയാണോ എന്നും പറഞ്ഞ് അവിടെ നിലത്തിരുന്നങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരം ഓട്ടോയിൽ പോകുന്ന വിജയലക്ഷ്മി പറയുകയാണ് അവൾക്ക് ഭ്രാന്ത് തന്നെയാണ്, പിന്നെ എന്നാലും അവളെന്നെ അടിച്ചല്ലോ എന്നിങ്ങനെ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. ഇവിടെയാണ് അടിച്ചതെന്ന് പറഞ്ഞാൽ കവളൊക്കെ ചൂണ്ടി കാണുന്നുണ്ട്. അന്നേരം നമുക്ക് പിന്നീട് ഇരിക്കെ പോകാം, എന്തായാലും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോകുന്നുണ്ട്. പിന്നെ ശാരിക അവിടെ വെളിയിലിരുന്ന് കരയുന്നുണ്ട്. ഇതേസമയം അവിടെ അരുണയൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരിലുള്ള പൂജയൊക്കെ തിരുമേനി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രസാദമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അരുണ കുഞ്ഞിന് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം അമ്മയെ രാജ്ഞിയെ പോലെ വാഴിക്കും, അമ്മ മകളാണ് എന്നൊക്കെ ഇങ്ങനെ കുട്ടിയെക്കുറിച്ച് തിരുമേനി പറയുന്ന നിൽക്കുമ്പോൾ മൂർത്തിക്കും അരുണയ്ക്കും ഒക്കെ അകപ്പാടെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ശാരിയെ കാണിക്കുകയാണ്. അവിടെ വെളിയിലിരുന്ന് ആകെ സങ്കടപ്പെട്ട് കുഞ്ഞിനെ കാണാതെ അമ്മയുടെ കരച്ചിലിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനി അന്വേഷിച്ചിട്ട് കമലിനാണെങ്കിൽ അവിടെ വേലായുധൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. റാണിയും വേലായുധൻ്റെ ഭാര്യയൊക്കെ അവിടെ ഉണ്ട്. അന്നേരം എന്തിനാ ഏട്ടത്തിയമ്മ അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ അന്ന് പ്രകാശ് മരിച്ച ആ ഒരു രാത്രിയാണെങ്കിൽ പിന്നെ ശാരി ചേച്ചി മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അന്നേരം മിസ്സിങ്ങോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയതാണ്, പിന്നെ നീയും കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്, നീയും കൂടി ഒന്ന് അന്വേഷിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഞാനെവിടെ പോയി അന്വേഷിക്കുമെന്ന് ഇങ്ങനെ കമലം ചോദിക്കുന്നുണ്ട്. അന്നേരം റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഒക്കെ നീയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതല്ലേ, പ്രകാശിനെ പറ്റിയ പോലത്തെ അപകടം ശാരി ചേച്ചിക്ക് പറ്റാതിരുന്നാൽ മതിയായിരുന്നു, എല്ലാം കൂടി ആയപ്പോൾ ആകെ കൂടി ഞാനങ്ങ് പെട്ടു എന്നിങ്ങനെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. റാണിയും വേലായുധൻ്റെ ഭാര്യയൊക്കെ അത് കേട്ടുകൊണ്ട് അപ്പുറത്തെ സെറ്റിലിരിക്കുന്നുണ്ട്. അന്നേരം കമലിന് വിഷമാവുന്നുണ്ട്. കമലം പറയുകയാണ് ഞാൻ അന്വേഷിക്കാം, എന്നാലാവുന്ന വിധം ഞാനും അന്വേഷിക്കാം, ഏട്ടത്തിയമ്മയുടെ ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയും കൂടിയല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അരുതാത്തൊന്നും സംഭവിക്കില്ല, എന്നാലാവുന്ന വിധം ഞാനും അന്വേഷിക്കാമെന്ന് കമലം പറയുന്നുണ്ട്. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരാണെങ്കിൽ അവിടെ വെളിയിൽ ഇങ്ങനെ തൂണിൽ ചാരി കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയാണ്. സമയത്ത് പിള്ള വരുന്നുണ്ട്. അന്നേരം ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് രാഘവൻ സാറിന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ചായ തണുത്തു പോയല്ലോ പിന്നെ എന്ന് പറയുകയാണ്. അന്നേരം താനതങ്ങ് ഒഴിച്ച് കളഞ്ഞേക്കെന്ന് പറയുകയാണ്. അന്നേരം പൊന്നി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പൊന്നിയെ പിള്ള വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് പൊന്നി ഇതേ ചായ തണുത്തു, വേറൊരു ചായ ഉണ്ടോ എന്ന് കൊടുത്തേ, രാഘവൻ സാർ ഒന്ന് ഉഷാറാകട്ടെ. അന്നേരം വീണ്ടും രാഘവൻ നായർ അവിടെ തൂണിലേക്ക് ഇങ്ങനെ ചാരി കണ്ണടച്ചിരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. അന്നേരം ആണെങ്കിൽ പൊന്നി പറയുന്നുണ്ട് ഇതാണെങ്കിൽ മനഃപൂർവ്വം കുടിക്കാത്തതാണ്, വേറെ ചായ കൊണ്ടുവന്നാലും കുടിക്കത്തില്ല എന്ന് പറയുക. അന്നേരം എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശാലിനി കുഞ്ഞിനെയും പിന്നെ കുട്ടികളെയൊക്കെ കാണണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്, അതിനുവേണ്ടി ഇന്നലെ മുതൽ തുടങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം സഹന സമരമാണല്ലേ എന്നിങ്ങനെ പിള്ള പറഞ്ഞിട്ട് രാഘവൻ സാറേ എന്ന് വിളിക്കുകയാണ്. അന്നേരം എന്തിനാണോ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂന്നത്, താനും തുടങ്ങിയോന്നും പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അന്നേരം താനേ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യുമോ, വിഷ്ണുവും ശാലിനിയും കുട്ടികളും എവിടെയാണ് താമസിക്കുന്നതെന്ന് പോയി കണ്ടുപിടിക്കുമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയാൽ വിളിച്ചുകൊണ്ട് വരാം. അന്നേരം പിള്ള ആകെ കഷ്ടത്തിലാകണം. പിള്ള പറയുന്നുണ്ട് ഞാനിത് എവിടെ പോയി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ താൻ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ പിള്ള ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് സത്യഭാമ അകത്തുനിന്ന് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് പിള്ളേ താൻ എങ്ങോട്ടും പോകുന്നില്ല, നമുക്ക് പലിശ കാശ് പിരിക്കാനായിട്ട് പോകണം, ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാം, അപ്പോഴത്തേക്ക് താൻ ഇവിടെ കാണണമെന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചൂടാവുകയാണ്. രാഘവൻ നായർ പറയുന്നുണ്ട് അത് എങ്ങനെ ശരിയാവും, പിള്ള ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞാനാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കാനാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ പിള്ള കേൾക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ഭാമയ്ക്ക് ദേഷ്യം വരികയാണ്. ഭാമ പറയുന്നുണ്ട് അതിനെ പിള്ളയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാണ്, അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളും കേൾക്കണം, ഞാനിപ്പോൾ വരും, താൻ എങ്ങോട്ടും പോലും ഇവിടെ തന്നെ കാണണം. അന്നേരം പറഞ്ഞിട്ട് ഭാമ അകത്തേക്ക് പോവുകയാണ്. അന്നേരം പിള്ള രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ വിഷമിക്കുകയാണ്. എന്ന് പറയുന്നുണ്ട് താൻ ഇവിടെ നിന്ന് ഒരടി അനങ്ങുന്നത് എനിക്ക് കാണണമല്ലോ, ഞാൻ പറയുന്നത് കേട്ടോണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കമ്പൊക്കെ ഓങ്ങി കാണിക്കുന്നുണ്ട്. അന്നേരം ഇല്ല സാറേ ഞാൻ പറയുന്നത് കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് പിള്ള നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ പൊന്നിയോട് പറയുന്നുണ്ട് ഇതിപ്പോൾ ആകെ കഷ്ടത്തിലാവുമല്ലോ, ഇതെന്തിനാ പലിശക്കാശ് ഇപ്പോൾ പിരിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ
പൊന്നിയോട് ചോദിക്കുക. അന്നേരം ശിവനെ ഇന്നലെ പിന്നെ താക്കോല് വാങ്ങിച്ചു വെച്ച് പറഞ്ഞു വിട്ടു എന്ന് പറയുകയാണ്. ഇതിപ്പോൾ കഷ്ടത്തിലാവുമല്ലോ, പറഞ്ഞത് കേട്ടില്ലെങ്കിൽ സത്യാമ്മയും രാഘവൻ സാറും കൂടി എന്നെ കഷ്ടത്തിലാക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ അരുണയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. കൂടെ കൃഷ്ണമൂർത്തിയുണ്ട്. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ ജൂനിയർ വക്കീൽ പ്രാക്ടീസിന് വരുന്ന അവരൊക്കെ കുറേ ലേഡി വക്കീലന്മാരാണ്. അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, മോക്ക് പേരിട്ടോ മാഡം ചോദിക്കുമ്പോൾ പേരിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾ കൊച്ചു സുന്ദരി എന്ന് വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് അരുണ കുഞ്ഞിനെയും കൊണ്ട് അരുണിൻ്റെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്, മൂർത്തി ഇരിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും കൂടി വിളിച്ച് മോളുടെ പേര് അങ്ങനെ ആയി പോകുമെന്ന് ചോദിക്കുക. അന്നേരം പേരിട്ടില്ലല്ലോ, അതിന് മുന്നേ വിളിപ്പേരുകൾ ഒരുപാട് ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഈ കുഞ്ഞ് 4 പേരും കൂടി നോക്കിക്കൊള്ളണം എന്നൊക്കെ പറയുകയാണ് ഈ ജൂനിയർ വക്കീലന്മാരോട്. അതൊക്കെ ഞങ്ങൾ ഏറ്റവും ഇവർ പറയുന്നുണ്ട്. ഈ സമയത്ത് കുഞ്ഞിങ്ങനെ കരയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, കുഞ്ഞിനെ വിശക്കുന്നുണ്ടായിരിക്കും, വരുമ്പോഴല്ലേ പാല് കൊടുത്ത്, ചിലപ്പം വിശക്കും, ഞാൻ പാല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുപ്പി പാല് കൊടുത്ത് മൂർത്തിയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അരുണയാണെങ്കിൽ കുറേ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ജൂനിയർ വക്കീലിനോട് നോട്ട്സ് തയ്യാറാക്കിയതും എല്ലാമൊക്കെ ചോദിച്ചു വാങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. തുടർന്നാണെങ്കിൽ മൂർത്തി അവിടെ വെളിയിൽ നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അരുണ ചെല്ലുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്ന ഓഫീസിൽ പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അതിൻ്റെ കാര്യമേ മറന്നു എന്ന് ഇങ്ങനെ മൂർത്തി പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ കണ്ടപ്പോൾ അതങ്ങ് മറന്നുമല്ലോ. എന്നാലും ഓഫീസിലുള്ളവർ ജോലി ചെയ്യാൻ മടിയാണ്. അപ്പോൾ അച്ഛനും കൂടി ചെല്ലാതിരുന്നാൽ പിന്നെ എങ്ങനെ ശരിയാവും, പിന്നെ അവരെല്ലാവരും കൂടി ക്യാരം ബോർഡ് കളി മത്സരം വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് മൂർത്തിയെ കളിയാക്കി. അന്നേരം അപ്പോൾ ഇനി ഞാൻ പൊയ്ക്കോളാം മോളെ, ഇല്ലെങ്കിൽ നിൻ്റെ അമ്മ എന്നെ തൂക്കാൻ വിധിക്കുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തിരിച്ച് അരുണയെ കൊടുത്തിട്ട് കുഞ്ഞിനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അന്നേരം അരുണ വീണ്ടും കുഞ്ഞിനെ അങ്ങോട്ട് കളിപ്പിക്കുകയാണ്. അച്ഛൻ പോയിട്ട് വരുന്നവരെ നമുക്ക് കളിക്കാൻ കേട്ടോ എന്ന് പറയുമ്പോൾ പാല് വേണമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. പ്രകാശിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വാങ്ങാനാണ് നിൽക്കുന്നത്. ശിവനും ശാലിനിയും കമലനും പിന്നെ രാമേട്ടനും ഒക്കെ ഉണ്ട്. പിന്നെ ചന്ദ്രയുണ്ട്. റാണിയുടെ തോളിൽ കിടന്ന് ചന്ദ്രയും ആ കരച്ചിലാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, പിന്നെ എൻ്റെ കൂടപ്പിറപ്പായിരുന്നു, സ്വന്തം അനിയനായിരുന്നു, എല്ലാം ആയിരുന്നു, അവൻ നേരത്തെ പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം ബോഡി ഇപ്പോൾ കിട്ടും, പിന്നെ കർമ്മങ്ങളെല്ലാം വേറെ ആരും വരാനില്ലല്ലോ, അതുകൊണ്ട് കർമ്മങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം, തിരുമേനിയൊക്കെ അതാണ് വിളിച്ചു വരുത്തിയതെന്നിങ്ങനെ തിരുമേനിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്നിട്ട് ശിവൻ്റെ അടുത്തേക്ക് വിധിയാണ് എന്ന് എല്ലാവരും പറയും. പക്ഷേ ഒന്ന് തീരുമാനിക്കുന്നു, നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ലല്ലോ, അങ്ങനെയൊക്കെ കുറേയൊക്കെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ശിവൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, പിന്നെ ശിവൻ വേണം ചിതയ്ക്ക് തീ കൊളുത്താനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അത് ശാലിനി എന്ന് പറയുമ്പോൾ വേറെ ആരും ഇല്ലല്ലോ, ഒരു സഹോദരൻ്റെ സ്ഥാനത്തൊന്നും ചെയ്യാൻ ശിവനെ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ശിവന് സമ്മതിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ രാമേട്ടനകത്ത് നിന്ന് ഇറങ്ങി വന്നാണ് പറയുന്നത്, മോളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ഇപ്പോൾ കിട്ടുമെന്ന് പറയുകയാണ്. തുടർന്ന് ചന്ദ്രയെ അവസാനമായിട്ടൊന്ന് കാണിക്കണ്ടേ എന്നിങ്ങനെ ശാലിനിയാണെങ്കിൽ ശിവനോട് ചോദിക്കുമ്പോൾ എനിക്ക് അവളുടെ മുഖം ഫേസ് ചെയ്യാനായിട്ട് വയ്യ, ശാലിനി എന്നെ ചോദിക്കുമെന്ന് പറയുമ്പോൾ ശാലിനി ആണെങ്കിൽ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ചന്ദ്രയെന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പ്രകാശിനെ ഒന്നുകൂടി കാണണ്ടേ ചോദിക്കുമ്പോൾ ചന്ദ്രയും എഴുന്നേൽക്കുന്നുണ്ട് റാണിയുടെ അടുത്ത് നിന്ന്. എന്നിട്ട് വേണ്ട ചേച്ചി വേണ്ട, എനിക്ക് ഒരിക്കൽ കൂടി ആ കിടപ്പ് കാണാനായിട്ട് വയ്യ, പ്രകാശം പൊയ്ക്കോട്ടെ, എനിക്കൊരു സങ്കടമില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും ഒട്ടി കരയുകയാണ്. അത് ശാലിനിയുടെ തോളിലേക്ക് ചേർന്നങ്ങ് കരയുന്നുണ്ട്. അത് സങ്കടത്തോടെ കമലിനും രാമേട്ടനും റാണിയും പിന്നെ ശിവനും ഒക്കെ നോക്കി നിൽക്കുകയാണ്. ഇതേസമയം സത്യഭാമയും പിള്ളയും കൂടി ഓട്ടോയിലാണെങ്കിൽ ഒരു പണം വാങ്ങാനായിട്ട് ഒരു പണം കടം കൊടുത്ത ആളിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം മറ്റേത് ഡ്രൈവറെയാണ് കാണിക്കുന്നത്, വണ്ടിയിൽ നിന്ന് കഴിയുകയാണ്. അന്നേരം ആരാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ എൻ്റെ മുതലാളിയെ വിളിക്കുക, സത്യഭാമ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അന്നേരം ഏത് സത്യഭാമ എന്നിങ്ങനെ ഡ്രൈവർ കളിയാക്കുകയാണ്. അന്നേരം അത് നമ്മൾ പണം വാങ്ങിക്കാനാണ് വന്നത്, കൊടുത്ത പണം തിരിച്ച് വാങ്ങിക്കാനാണ് വന്നത്, നീ നിൻ്റെ മുതലാളിയെ വിളിക്കും, മുതലാളിക്കറിയാം, മാത്യു ഇല്ലേ, മാത്യുവിനെ വിളിക്ക്, സത്യഭാമ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിൻ്റെ മുതലാളി ഇപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലെത്തും എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഡ്രൈവർ അങ്ങോട്ട് വിളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ മാത്യുവിൻ്റെ മോനാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അന്നേരം താൻ അവിടെ നിൽക്കടോ, താൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറയുന്നത്. അന്നേരം എന്ത് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾ പൈസ വാങ്ങിക്കാനാണ് വന്നതെന്ന് പറയാം, പോയി 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിങ്ങനെ ഈ മോനാണ് കളിയാക്കി പറയുന്നുണ്ട്. അന്നേരം അതേ മോനെ, ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കാൻ വന്നതല്ല, ഞാൻ കൊടുത്ത പൈസ തിരിച്ച് വാങ്ങിക്കാനാണ് വന്നത്, നിൻ്റെ അപ്പൻ അറിയാം, എണ്ണി കൊടുത്ത അപ്പനാണ്, നിൻ്റെ അപ്പനോട് പോയി പറ, അല്ലാതെ നീ ഇവിടെ വന്ന് മാഫിയാസൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ പിന്നെ പൈസ വാങ്ങിച്ചേ പോവുകയുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിള്ള പറയുന്നുണ്ട്, അതെ ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അന്നേരം താൻ വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചാലും കുഴപ്പമില്ല, എന്തായാലും ജീവൻ പോകുന്നവരെ സത്യമാരെ കൂടെ കാണുമെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്താ ഗുണ്ടായുസാണോ എന്ന് പറഞ്ഞ് പിള്ളയെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം കുറേ ആളിലൊക്കെ അവിടെ കൂടുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ പെട്ടെന്നകത്തുനിന്ന് ഈ മാത്യു എന്ന് പറയുന്ന ആൾ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം നിർത്തുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇറങ്ങി വരുന്നത്. അയാൾ പറയുന്നുണ്ട്, സത്യമ്മയോട് ഇതാരെന്നാ നിൻ്റെ വിചാരം, സത്യമ്മയോട് മാപ്പ് പറയാൻ
പറയുകയാണ്. അന്നേരം മാപ്പ് പറയാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം പണം വാങ്ങിച്ചത് തിരിച്ചു വാങ്ങിക്കാനാണ് വന്നതെന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം ഇവർക്കാരും പൈസയൊന്നും കൊടുക്കാനായിട്ട് പോകുന്നില്ല. എല്ലായിടത്തും പൈസയ്ക്ക് ചെന്നാൽ ഇവർക്ക് വാങ്ങിക്കാനുള്ള കഴിവൊന്നുമില്ല. മുതലാളിമാരുടെ അടുത്തൊക്കെ ചെന്ന് പൈസ വേണമെന്ന് പറഞ്ഞാൽ പോയി തരം നോക്കാനേ പറയത്തുള്ളൂ, അല്ലാതെ ഇവരെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അപ്പം കൊടുത്തേക്കും, അപ്പൻ്റെ സന്മനസ്സുകൊണ്ട് ചിലപ്പം കൊടുത്തേക്കും. പക്ഷേ ഇവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മോനകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം മാത്യു പറയുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, ക്ഷമിക്കണം, ഞാനകത്ത് പോയി പൈസ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് മാത്യു അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം പിള്ളയും ഭാമയ്ക്ക് ഒരു ചെറിയൊരു കുറച്ചിലായിട്ട് തോന്നുന്നുണ്ട്. തങ്ങളെ കൊണ്ട് പൈസ വാങ്ങിക്കാൻ കഴിയില്ലെന്നല്ല എന്ന് ആ പയ്യൻ മുഖത്ത് നോക്കി പറഞ്ഞത്. അന്നേരം ഭാമ പറയുന്നുണ്ട്, പിള്ളയെ പൈസ വാങ്ങിക്കാനായിട്ട് ഒരാളെ കണ്ടെത്തണം, എന്നാലേ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വരട്ടെ, എന്നുവരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ പ്രകാശൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ശാലിനിയും പിന്നെ ശിവനും ചന്ദ്രയും കൂടി റാണിയും കൂടി തിരികെ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം വേലായുധൻ്റെ ഭാര്യ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ശിവന് എല്ലാവരും അങ്ങനെ ആകെ വിഷമത്തോടെ ഇറങ്ങിയാണ്. ചന്ദ്രയാണെങ്കിൽ ചേച്ചി എന്നും പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ശിവൻ അറിയും. പിന്നീട് ശിവൻ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്ന സീനൊക്കെയാണ്. ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു.